നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾക്കും റീലുകൾക്കും വേണ്ടി നടത്തിയ വീഡിയോ നാടകം ഒടുവിൽ ഒരു യുവാവിന്റെ ജീവനെടുക്കുകയും യുവതിയെ ജയിലഴിക്കുള്ളിലാക്കുകയും ചെയ്തിരുന്നല്ലോ. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തി എന്നാരോപിച്ച് കോഴിക്കോട് സ്വദേശി ദീപകിന്റെ വീഡിയോ പ്രചരിപ്പിച്ച വടകര സ്വദേശിനി ഷിംജിത മുസ്തഫയാണിപ്പോൾ മഞ്ചേരി വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നത്. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഷിംജിതയ്ക്ക് ജയിലിനുള്ളിൽ മൊബൈൽ ഫോണോ റീൽസ് ഇടുവാനുള്ള സൗകര്യമോ ഇല്ലാത്തത് വലിയ മാനസിക വിഷമമുണ്ടാക്കിയെന്നാണ് പ്രാഥമിക വിവരം. മുസ്ലിം ലീഗിന്റെ മുൻ പഞ്ചായത്ത് മെമ്പറും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഷിംജിത ജയിലിനുള്ളിലെ ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ തളർന്നു പോയതായിട്ടാണ് സൂചന. കൊതുകടിയും ജയിലിലെ സാധാരണ ഭക്ഷണവും ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിക്ക് താങ്ങുവാനാവുന്നില്ല. പുറം ലോകത്ത് മോട്ടിവേഷൻ പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ഇവർക്ക് ജയിലിനുള്ളിൽ സഹതടവുകാരുടെ മുന്നിൽ നിരാശയോടെയാണ് തള്ളി നീക്കുന്നത്. ദീപകിന്റെ ആത്മഹത്യയെ തുടർന്ന് ഒളിവിൽ പോയ ഷിംജിതയെ വടകരയിലെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ഷിംജിത പുറത്തുവിട്ട വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്നും യുവാവിനെ ബോധപൂർവം അപമാനിക്കുവാൻ ശ്രമിച്ചതാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ അത്താണിയായ യുവാവിനെ മരണത്തിലേക്ക് തള്ളിയിട്ട ഷിംജിതയ്ക്കെതിരെ കർശന വകുപ്പുകൾ ചുമത്തണമെന്ന ആവശ്യത്തിലാണ് ദീപകിന്റെ കുടുംബം. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിയ ശേഷമാണ് ഷിംജിതയെ കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നത്. തുടർന്നാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മഞ്ചേരി വനിതാ ജയിലിലേക്കാണ് അവരെ അയച്ചിരിക്കുന്നത്. ദീപകിന്റെ മാതാവിന്റെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് ഷിംജിത ഒളിവിൽ പോയത്. ഇന്നലെ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും അവർ നൽകിയിട്ടുണ്ട്. വിദേശ ബന്ധമുള്ളതിനാൽ ഇവർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിരുന്നു. വടകരയിലുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അവർ അറസ്റ്റിലായത്. ഷിംജിത പങ്കുവെച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് ദൈർഘ്യം കുറച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. സ്വകാര്യ ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും മൊഴിയെടുക്കുവാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഷിംജിതയ്ക്കെതിരെ IT ആക്ടും മറ്റു വകുപ്പുകളും ചുമത്തണമെന്നാണ് ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പയ്യന്നൂരിൽ ബസ് യാത്രയ്ക്കിടെ ഷിംജിത ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതേസമയം ഷിംജിതയെ ഇന്നലെ ഉച്ചയോടെയാണ് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും അതീവ രഹസ്യമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ വാഹനത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യപരിശോധന നടത്തുകയും ചെയ്തിരുന്നു. 10 മിനിറ്റിനുള്ളിൽ കൊയിലാണ്ടിയിൽ നിന്നും പോലീസ് വാഹനത്തിൽ കുന്നമംഗലം കോടതിയിലേക്ക് അവരെ എത്തിച്ചു. കോടതിയിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം പർദ്ദയും മാസ്കും ധരിച്ചെത്തിയ ഷിംജിതയെ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് വിവരം പുറത്തു വന്നത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.